കിടിലൻ ടേസ്റ്റിൽ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ചിക്കൻ വെച്ചിട്ട് ഇന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഒരു മാംഗ്ലൂർ സ്പെഷ്യലാണ്, മാംഗ്ലൂരിയൻ ചിക്കൻ ഗീ റോസ്റ്റ്. ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലിയും ഒരു 10-12 കാശ്മീരി ചില്ലുണ്ടല്ലോ വറ്റൽമുളക് അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളകും 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും അതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതൊന്ന് റോസ്റ്റായിട്ട് വന്ന ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ശരിക്കും ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് 8-10 ചെറിയുള്ളി വലുപ്പത്തിനനുസരിച്ച് എടുക്കാം. അത് വലിയ അല്ലി അതുകൊണ്ട് 8 എടുത്തിട്ട് പിന്നെ വലിയൊരു പീസ് ഇഞ്ചിയും ചെറിയൊരു പീസ് പുളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി ഇവിടെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും ഒരു ലെമൺ ജ്യൂസ് മുഴുവനായിട്ട് എടുത്ത് ഒരു ലെമൺ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് എടുക്കുക. പിന്നെ ഈ അരച്ചെടുത്തിട്ടുള്ള മിക്സും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു കടായി എടുക്കാം. ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെയ്യാണ്. അപ്പോൾ ഞാൻ ഇവിടെ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വഴന്ന് ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കനിലേക്ക് എക്സ്ട്രാ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം മാത്രം മതി കേട്ടോ ഇത് വെന്ത് കിട്ടാനായിട്ട്. ചിക്കൻ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു സവാളയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ടാട്ടോ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഇളക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ ഇതിന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയ്ക്ക് ഇങ്ങനെ ഉണ്ടോ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറിനെ കുറിച്ച് ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. നമ്മളിതിലേക്ക് തക്കാളി ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരമാണ് പുളിയൊക്കെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, സാധാരണ ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തമാണ്. പിന്നെ ലാസ്റ്റായിട്ട് 1 ടീസ്പൂണ് ശർക്കര പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു എരിവും പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന്. അത് മസ്റ്റായിട്ടും ചേർക്കണേ, എന്നാലേ ഈ ഒരു മാംഗ്ലൂരിയൻ ചിക്കൻ ഗീ റോസ്റ്റ് തന്നെ ആവുകയുള്ളൂ. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്നുകൂടെ ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കൂടെ നെയ്യ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല കിടിലൻ ടേസ്റ്റിലുള്ള മാംഗ്ലൂരിയൻ ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ അതല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ പൊറാട്ട ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതിനിങ്ങനെ ചെറിയൊരു ഗ്രേവി കൂടെ ഉണ്ടാവും. സെമി ഗ്രേവിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടേസ്റ്റി ആയത് ഈ ഒരു ചിക്കൻ ഫ്രൈ എന്നുള്ളത്. ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. നമ്മൾ സാധാരണ കേരള സ്റ്റൈലിലൊക്കെ പല ടൈപ്പ് ചിക്കൻ റോസ്റ്റൊക്കെ തയ്യാറാക്കിയെടുക്കാറില്ലേ. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാട്ടോ. നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്